ഹലോ കേരളം, ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ചാനലിൽ പുസ്തകങ്ങളെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് plots4movies.com ആണ്. ഇതൊരു AI എനേബിൾഡ് ബുക്ക് ട്രെയിലർ പ്ലാറ്റ്ഫോമാണ്. പുസ്തകം വാങ്ങുന്നതിന് മുൻപ് അതിന്റെ 1 മിനിറ്റ് ട്രെയിലർ കണ്ട് പുസ്തകത്തെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് MT വാസുദേവൻ നായരുടെ പ്രശസ്തമായ നോവൽ നാലുകെട്ടിനെക്കുറിച്ചാണ്. മലയാളികൾക്ക് അത്രയേറെ പ്രിയപ്പെട്ട ഒരു പുസ്തകം. അതെ, നമ്മുടെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് നമുക്ക് ഈ നോവലിലേക്ക് ഒന്നുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. എന്തുകൊണ്ടാണ് 1958 ഇറങ്ങിയ ഈ നോവൽ ഇപ്പോഴും ഇത്ര പ്രസക്തമാവുന്നത്? അപ്പുണ്ണിയുടെ കഥ നമ്മളെ എങ്ങനെയൊക്കെയാണ് സ്പർശിക്കുന്നത്? ഇതൊക്കെ നോക്കാമല്ലേ? തീർച്ചയായും, തുടങ്ങാം. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ആ പേരിനെക്കുറിച്ചാണ്. നാലുകെട്ട്. എന്താ ആ പേരിന് പിന്നിൽ? വെറുമൊരു വീടല്ലല്ലോ അത്. അല്ല, ശരിയാണ്. നാലുകെട്ട് എന്ന് പറയുന്നത് നമ്മുടെ പഴയ കേരളത്തിലെ, പ്രത്യേകിച്ചും നായർ തറവാടുകളിലെ ഒരു വീടിന്റെ ഘടനയാണ്. 4 കെട്ടുകൾ, നടുമുറ്റം, അങ്ങനെയൊരു വാസ്തുവിദ്യ. പക്ഷേ MTയുടെ നോവലിൽ അതൊരു കെട്ടിടം മാത്രമല്ല, തകർന്നുകൊണ്ടിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയുടെ, അതായത് മരുമക്കത്തായത്തിന്റെ, പിന്നെ ആ തകർച്ചയിൽ പറ്റുപോയ ഒരു തറവാടിന്റെയൊക്കെ പ്രതീകം കൂടിയാണ്. ഓക്കെ, അപ്പോ ആ ഒരു പശ്ചാത്തലത്തിലാണ് അപ്പുണ്ണി വരുന്നത്. ജാതി മാറി കല്യാണം കഴിച്ച അമ്മയുടെ മകൻ, അച്ഛനില്ല, തറവാട്ടിലാണെങ്കിലും ആരും തിരിഞ്ഞു നോക്കാനുമില്ല. വല്ലാത്തൊരവസ്ഥയാണത്. അതെ അതെ, അപ്പുണ്ണിയുടെ കുട്ടിക്കാലം എന്ന് പറയുന്നത് എന്താ പറയുക, ഒറ്റപ്പെടലാണ്. സ്വന്തം ഐഡന്റിറ്റിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടം. അച്ഛൻ കോന്തുണ്ണി നായരുടെ മരണം ആ കുടുംബത്തെ കടത്തിലാക്കിയിരുന്നു. പിന്നെ തറവാട്ടിലെ കാരണവരുടെ ഒരു പുച്ഛം, വലിയമ്മയുടെ അവഗണന, ഇതൊക്കെ ആ ചെറുപ്രായത്തിൽ അവനെ വല്ലാതെ മുറിവേൽപ്പിച്ചു. തന്നോടും അമ്മയോടുമുള്ള ഈ ഒരു സമീപനമില്ലേ, അതാണ് പിന്നീട് അവന്റെ ഉള്ളിലൊരു വാശിയായിട്ട്, ഒരു പക പോലെയൊക്കെ രൂപപ്പെടുന്നത്. ഈ ഒറ്റപ്പെടൽ സ്കൂളിൽ പോയപ്പോഴും കൂടെയുണ്ടായിരുന്നു അല്ലേ? പട്ടണത്തിലെ ജീവിതം കുറച്ചുകൂടി വ്യത്യാസമുണ്ടാകുമെന്ന് കരുതി കാണും. ശരിയാണ്. പക്ഷെ അവിടെയും കൂട്ടുകാരുടെ പരിഹാസം, ബന്ധുക്കളുടെ അകൽച്ച, ഇതൊന്നും അവനെ വിട്ടുപോയില്ല. Bring your book to life with AI. Plots4movies.com helps you create movie-like trailers for your book, allowing filmmakers to visualize your story just the way you imagined it while writing. Enhance the storytelling experience to a whole new level with realistic characters, immersive voiceovers, and cinematic sound effects. No more boring stock images or generic clips. Captivate your audience, spark curiosity, make readers and filmmakers eager to explore more. Plots4movies.com, where your story becomes cinema. പിന്നീട് ആ സ്കോളർഷിപ്പിന്റെ കാര്യം, ഫീസ് അടച്ചത് അമ്മയാണെന്നറിയുമ്പോൾ അവന്റെ പ്രതികരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദേഷ്യം, അഭിമാനം, ഒരു നിസ്സഹായത, എല്ലാം കൂടി കലർന്നൊരവസ്ഥ. മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നതിലുള്ളൊരു വിഷമം, എന്നാൽ അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹം, അതാണ് അവിടെ കാണുന്നത്. അവസാനം അവൻ ആ നാടും വീടുമൊക്കെ വിട്ട് വയനാട്ടിലേക്ക് പോവുകയാണ്. ഒരു രക്ഷപ്പെടലുപോലെ. രക്ഷപ്പെടൽ എന്നതിനേക്കാൾ പുതിയൊരു ജീവിതം തേടിയുള്ള യാത്രയായിരുന്നു അത്. അവിടെ അച്ഛന്റെ പഴയൊരു കൂട്ടാളിയുണ്ട്, സെയ്താലി. സെയ്താലി. അയാളുടെ സഹായത്തോടെയാണ് ജോലി കിട്ടുന്നത്. പക്ഷേ അച്ഛന്റെ മരണത്തിൽ ഈ സെയ്താലിക്ക് പങ്കുണ്ടോ എന്നൊരു സംശയം അപ്പുണ്ണിയുടെ ഉള്ളിലുണ്ട് താനും. എന്നിട്ടും അവൻ അയാളുടെ സഹായം സ്വീകരിക്കുന്നു. അതെ, സാഹചര്യങ്ങൾ അങ്ങനെയായിരുന്നു. അവിടെ പിന്നെ 5 വർഷത്തോളം കഷ്ടപ്പെട്ട് ഒരു ഫീൽഡ് സർവേയറായി പണമൊക്കെ ഉണ്ടാക്കിയാണ് അവൻ വളരുന്നത്. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുകയാണ്. എന്നിട്ടവൻ തിരിച്ചുവരുന്നു. അതാണ് കഥയിലെ ഒരു പ്രധാന വഴിത്തിരിവ്. അതെ, തിരിച്ചു വരുമ്പോൾ തറവാടിന്റെ അവസ്ഥ കൂടുതൽ മോശമാണ്. എല്ലാം ജീർണിച്ച അവസ്ഥയിൽ. പക്ഷെ അവൻ ആ തറവാട് വാങ്ങുകയാണ്, കടങ്ങളൊക്കെ വീട്ടി. അത് വെറുമൊരു പ്രതികാരമാണോ? അതോ? പ്രതികാരം ഒരു ഘടകമായിരിക്കാം. ചെറുപ്പത്തിൽ അനുഭവിച്ച അവഗണനയ്ക്കൊരു മറുപടി, എന്താ പറയാ, ഒരു മധുര പ്രതികാരം. എന്നാൽ അതിനപ്പുറം അതവന്റെ വ്യക്തിപരമായ വളർച്ചയുടെ അടയാളം കൂടിയാണ്. സാമ്പത്തികമായ മാത്രമല്ല, മാനസികമായും അവൻ ഉയർന്നിരിക്കുന്നു. ശരിയാണ്. പണ്ട് തന്നെ വേദനിപ്പിച്ചവരോടുള്ള പക, അതിനെ അവൻ അനുകമ്പ കൊണ്ട് മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അമ്മയെയും അമ്മയ്ക്ക് കൂട്ടായിരുന്ന ശങ്കരൻ നായരെയും തറവാട്ടിലേക്ക് ക്ഷണിക്കുന്നതൊക്കെ, അതൊക്കെ അവന്റെ മാറ്റമാണ് കാണിക്കുന്നത്.
പാരമ്പര്യത്തിന്റെ ഇരയായിരുന്നവൻ ആ പാരമ്പര്യത്തെ വീണ്ടെടുക്കുന്ന ഒരാളായി മാറുന്നു. അപ്പോ നോവലിലെ പ്രധാന വിഷയങ്ങളെന്ന് പറയുമ്പോൾ ഈ മരുമക്കത്തായത്തിന്റെ തകർച്ച, വ്യക്തിയുടെ അസ്തിത്വ പ്രതിസന്ധി, പഴയതും പുതിയതും തമ്മിലുള്ള സംഘർഷം, സാമൂഹികമായ വേർതിരിവുകൾ, ഇതൊക്കെയാണല്ലേ? തീർച്ചയായും. അതോടൊപ്പം എംടിയുടെ എഴുത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? വളരെ കുറഞ്ഞ വാക്കുകളിൽ വലിയ അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുന്നൊരു ശൈലി. കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥകളെ പ്രകൃതിയുമായി ഭംഗിയായി ചേർത്ത് നിർത്തും അദ്ദേഹം. മഴയും പുഴയുമൊക്കെ കഥാപാത്രങ്ങളാകുന്നതുപോലെ. അതെ. അതുകൊണ്ടാണ് നാലുകെട്ടൊരു ക്ലാസിക്കായിട്ട് നിലനിൽക്കുന്നത്. 1959 കേരള സാഹിത്യ അക്കാദമി അവാർഡും കിട്ടിയിട്ടുണ്ട്. മലയാള നോവലിൽ ഒരു പുതിയ വഴി തുറന്ന കൃതിയാണത്. ശരി. ഈ നോവല് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും മനസ്സിൽ തട്ടിയ ഒരു കാര്യം എന്തായിരിക്കും? ഒരു വ്യവസ്ഥിതിയുടെ തകർച്ചയുടെ നേർക്കാഴ്ചയാണോ, അതോ അപ്പുണ്ണിയുടെ അതിജീവനത്തിന്റെ കഥയാണോ? നല്ല ചോദ്യമാണ്. എനിക്ക് തോന്നുന്നത് രണ്ടും പ്രധാനമാണ്. ഒരു കാലഘട്ടത്തിന്റെ ചിത്രമെന്നതും വ്യക്തിയുടെ പോരാട്ടമെന്നതും. ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ, ഇത് കേൾക്കുന്നവർക്കും ആലോചിക്കാനായിട്ട്. അപ്പുണ്ണി ആ നാലുകെട്ട് തിരിച്ചുപിടിച്ചെങ്കിലും ശരിക്കും ആ പഴയ കാലത്തിന്റെ ഓർമ്മകളിൽ നിന്നും ആ വ്യവസ്ഥിതിയുടെ നിഴലിൽ നിന്നും പൂർണ്ണമായി അവനൊരു മോചനം കിട്ടുന്നുണ്ടോ? അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഭൂതകാലം നമ്മളെ വിടാതെ പിന്തുടരുമോ എന്നത് എപ്പോഴും ചിന്തിക്കേണ്ട ഒന്ന് തന്നെയാണല്ലോ. ഈ പുസ്തകം വായിച്ചിട്ടില്ലാത്തവർ തീർച്ചയായും വായിക്കണം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഇന്നത്തെ ചർച്ച ഇവിടെ നിർത്താം. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുസ്തകവുമായി കാണാം. നന്ദി. Bring your book to life with AI. Plotsformovies.com helps you create movie-like trailers for your book, allowing filmmakers to visualize your story just the way you imagined it while writing. Enhance the storytelling experience to a whole new level with realistic characters, immersive voiceovers, and cinematic sound effects. No more boring stock images or generic clips. Captivate your audience, spark curiosity, make readers and filmmakers eager to explore more. Plotsformovies.com, where your story becomes cinema